ഈ കുറുപ്പിന്റെ കണക്ക് പുസ്തകം തന്നെ ആദ്യം നോക്കാം അല്ലെ, എന്തൊക്കെയാണ് കൂട്ടിവെച്ചിരിക്കുന്നതെന്ന്. ഇന്നത്തെ ഒരുപാട് പ്രതീക്ഷകൾ ഉണർത്തുന്നു. സാർ, എനിക്ക് തോന്നുന്നത് ഈ ബജറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു രണ്ടാമത്തെ ബജറ്റാണ്. അതായത് ഒരു 6 മാസത്തെ കാലയളവിനുള്ളിൽ 2 ബജറ്റുകളാണ് പിണറായി സർക്കാർ അവതരിപ്പിച്ചത്. ഒന്ന് മുഖ്യമന്ത്രി നേരിട്ട് അവതരിപ്പിച്ചൊരു ബജറ്റ്, എല്ലാ ക്ഷേമ പദ്ധതികളും അങ്ങ് പ്രഖ്യാപിച്ചു, എല്ലാ കാര്യങ്ങളും അങ്ങ് പ്രഖ്യാപിച്ചു. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടായിരുന്നിരിക്കും. അതെ. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അത് വേണ്ടത്ര ഫലം കണ്ടില്ല. അതിൻ്റെ ഒരു അസ്വസ്ഥതയും ഫ്രസ്ട്രേഷനും MM മണിയുടെ വാക്കുകളിലൂടെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നലെ വാങ്ങി തിന്നിട്ട് അല്ല, വേറൊരു വാക്കാണ് നമ്മൾ ഈ രാവിലെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അത് പറയാൻ പാടില്ലല്ലോ. അപ്പം എനിക്ക് തോന്നുന്നത് സാർ, ഇതിനകത്ത് അതുകൊണ്ടൊരു ക്ഷേമ പദ്ധതികളെ എത്രത്തോളം കൊണ്ടുവരും എന്നുള്ളൊരു കാര്യം. രണ്ടാമതേത് ഒരു 3.0 കടക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതെങ്ങനെ അതിനനുസരിച്ചൊരു നെറേറ്റീവ് ഉണ്ടാക്കും, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ സാർ? ഒന്നത്. 2, ഷാമി പറഞ്ഞത്, ഇത് ഓരോന്നും കണ്ട് കുറ്റം പറയുകയല്ല, പരിഹസിക്കുകയല്ല, ആ രീതിയിൽ കാണാം. ജനൻ TV നല്ലത് പറയില്ല ഈ സർക്കാരിനെ കുറിച്ച്, അല്ല, നല്ലത് ചെയ്തപ്പോഴൊക്കെ നല്ലത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ 2-3 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ നടത്തുന്ന പ്രഖ്യാപനങ്ങൾ നടപ്പാക്കാനുള്ള വരുമാനം എവിടെ, സ്രോതസ് എവിടെ? നിങ്ങൾ കൊണ്ടുവരുന്നത് പ്രായോഗിക പദ്ധതികളാണോ, അത് ചെപ്പടി വിദ്യകളും കൺകെട്ട് വിദ്യകളുമാണോ? 3, എടുത്ത കടം തിരിച്ചടയ്ക്കാനുള്ള മാർഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 4, കേന്ദ്രത്തിൽ നിന്ന് പണം ചോദിക്കുമ്പോൾ അതിനുള്ള ചില കണ്ടീഷൻസ് ഉണ്ട്. അത് യൂട്ടിലിറ്റി, നേരത്തെ പറഞ്ഞാൽ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റും കണക്കും അടക്കമുള്ളവ. 5, വിദേശത്ത് പോയി കടമെടുക്കുമ്പോൾ, ഈ ബോണ്ട് പുറപ്പെടുവിക്കുമ്പോൾ അതിന് ചില ചിട്ടവട്ടങ്ങളും ന്യായങ്ങളും നിയമങ്ങളുണ്ട്, അത് പാലിച്ചോ? ഇതൊന്നും ചെയ്യാതെ ഒരു ഈ വിത്തെടുത്ത് കുത്തുക, പത്തായി ഒഴിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ, ഈ തറവാട് വിറ്റ് തിന്നുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള പോലെ ഒരു സംഗതിയാണ്. ഇന്നത്തെ കാര്യം നടത്താൻ ഇന്ന് എന്താ ഉള്ളതെന്ന് വെച്ചാൽ കൊണ്ടുപോവാ എന്നാണ് പച്ച മലയാളം. വലിയൊരു ദൂരത്തിൽ ഇന്ന് വൈകുന്നേരം തുടക്കം കുറിക്കുകയാണ് ലോക കേരള സഭ. ഞാൻ രാവിലെ ഇംഗ്ലീഷ് പത്രത്തിൽ മലയാളം പരസ്യം കണ്ടിട്ട് വന്നതേ ഉള്ളൂ ഇതിൽ. അപ്പോഴാണ് തുടങ്ങിയോ എന്ന്. ഇതും വൺസ് അഗെയിൻ, ഇതുകൊണ്ട് എന്തു ഗുണമുണ്ടായി? ഏതെങ്കിലും പ്രവാസിക്ക് ഗുണമുണ്ടായോ? ഒരു കണക്ക് പറയേണ്ട സമയമായി. ഏതെങ്കിലും നാട്ടുകാരന് ഗുണമുണ്ടായോ? പ്രവാസികൾ ആരെങ്കിലും ഇവിടെ നിക്ഷേപത്തിന് വന്നോ? മടങ്ങി വരാൻ സാധ്യതയുള്ള പ്രവാസികൾക്ക് എന്തെങ്കിലും പദ്ധതി നടപ്പായോ? എന്തെങ്കിലും? കുറച്ച് പേർ വരുന്നു, ആ വാക്ക് ഞാൻ പ്രയോഗിക്കുന്നില്ല സിനിമയിലുള്ള, പക്ഷേ കുറച്ച് പേർ ഇവിടെ വരുന്നു. ആ വരുന്നവരും ഇവിടെയുള്ളവരും ഒക്കെ കോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ കോൺഫറൻസ് ഹാളിൽ കൂടുന്നു, നന്നായി ഭക്ഷണം കഴിക്കുന്നു. വൈകിട്ട് വളരെ വെറൈറ്റി കലാപരിപാടികളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ന്യൂജൻ കലാപരിപാടികൾ, പുതുതലമുറ സംഗീതമേള എന്നൊക്കെയാണ് പരസ്യം പറഞ്ഞത്. അറിയില്ല പുതുതലമുറ എന്താ പറഞ്ഞിരിക്കുന്നത്, സംശയിക്കണം. എന്തായാലും നമുക്ക് രാവിലെ നമ്മുടെ തിരുവനന്തപുരം റിപ്പോർട്ടർമാരിലേക്ക് പോകാം. പ്രജിത് മോഹന നിയമസഭയ്ക്ക് മുന്നിൽ നിന്നും ബജറ്റ് പ്രമാണിച്ച് പറന്നെത്തിയ വയനാട്ടിൽ നിന്നെത്തിയ അർജുൻ രാജ് ധനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നിന്നും ചേരുകയാണ്. നമസ്തേ, ഗുഡ് മോർണിംഗ് അർജുൻ, സ്വാഗതം തലസ്ഥാന നഗരിയിലേക്ക്. പ്രജിത്ത് നിയമസഭയ്ക്ക് മുന്നിലുണ്ട്. എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്, എന്തൊക്കെയാണ് വാഗ്ദാന പെരുമഴയുണ്ടാകും എന്നുള്ളത് വളരെ ലോജിക്കലാണ്. തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോകുന്നു, ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും ഫലമുണ്ടാകുമെന്ന് കണ്ടറിയാം. പ്രജിത്ത്, അർജുൻ. വലിയ പ്രഖ്യാപനങ്ങൾക്കുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇനി എന്ത് പ്രഖ്യാപനം എന്നുള്ളതാണ് ശ്യാം ചോദിച്ചതുപോലെ ചോദിക്കേണ്ടിയിരിക്കുന്നത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രി തന്നെ ഒരു ബജറ്റ് അവതരിപ്പിച്ചു. ആ ബജറ്റിലാകട്ടെ സർക്കാരിൻ്റെ സ്ഥിരം രീതികളായിട്ടുള്ള പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ വർധനവ്, അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ള പ്രത്യേക സഹായം, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റൈഫൻഡ് അടക്കമുള്ള സഹായങ്ങൾ തുടങ്ങിയിട്ടുള്ള വലിയ പ്രഖ്യാപനങ്ങളൊക്കെ സർക്കാർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് എന്ത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ക്ഷേമ പെൻഷൻ വർധനവ് അടക്കമുള്ളവ നടപ്പിലാക്കിയിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം വേണ്ട രീതിയിൽ പ്രതിഫലിപ്പിച്ചില്ല എന്നുള്ളത് നേരത്തെ MM മണിയുടെ പ്രതികരണം അടക്കം ചൂണ്ടിക്കാട്ടി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് ഒരു ക്ഷേമ പെൻഷൻ വർധനവോ അല്ലെങ്കിൽ അതിലേതെങ്കിലും രീതിയിലുള്ള നാമമാത്രമായ വർധനമെങ്കിലും നടപ്പിലാക്കുമോ സർക്കാർ എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായും സർക്കാരിന് കയ്യടി നേടേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ സ്വാഭാവികമായും ഉണ്ടാവുകയും ചെയ്യും. അത് ഈ ബജറ്റ് തന്നെ പാസ്സാക്കി എടുക്കാൻ കഴിയുമോ എന്നറിയില്ല. അതിന് മുൻപ് എന്തായാലും അത്തരം പ്രഖ്യാപനങ്ങൾ നടത്തേണ്ട സാഹചര്യം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രധാനപ്പെട്ട പല പ്രത്യേകിച്ച് നയപ്രഖ്യാപന പ്രസംഗത്തിലടക്കമുള്ള സിൽവർ എക്കണോമി, പ്രായമായവരുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിൻ്റെ ആഗോള കേന്ദ്രമായി കേരളത്തെ മാറ്റുന്ന അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള വെൽനസ് ടൂറിസം പോലെയുള്ള പദ്ധതികൾ തുടങ്ങിയിട്ടുള്ള വലിയ പ്രഖ്യാപനങ്ങൾക്കൊക്കെയുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസവും നമ്മൾ ചില പ്രഖ്യാപനങ്ങളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്
ഉണ്ടാകുന്നത് കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും അതൊക്കെ ഈ ബജറ്റിന് മുന്നേ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്ത് പ്രഖ്യാപിച്ചത് ഈ ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന പല കാര്യങ്ങളും ഇക്കുറി അത് പാസ്സാക്കി എടുക്കാൻ സർക്കാരിന് സാധിക്കില്ല. അതിനു മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അങ്ങനെയുള്ള പല പ്രഖ്യാപനങ്ങളിലേക്കും സർക്കാർ കഴിഞ്ഞ ദിവസം തന്നെ പോയിരുന്നു. അതിനുശേഷം ഈ ബജറ്റിൽ എന്ത് ഉണ്ടാകും എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാരുടെ അടക്കം വലിയ പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്ന സമയമുണ്ട്. പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ നിന്ന് അഷ്വേർഡ് പെൻഷൻ രീതിയിലേക്ക് മാറുമോ സർക്കാർ എന്നുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിന് ചില സൂചനകളൊക്കെ പലയിടത്തും നൽകി വെക്കുന്നുണ്ടെങ്കിലും സർക്കാരിന് അതും സാധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നേരത്തെ തന്നെ കേന്ദ്രത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടികൾ വായ്പ എടുക്കാനുള്ളൊരു സൗകര്യം സർക്കാർ ഒരുക്കിയെടുക്കുകയും ഏതാണ്ട് 6000 കോടി എന്തോ ആ പേരിൽ വായ്പ എടുക്കുകയും ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇനി അതിൽ നിന്ന് പിന്മാറി അഷ്വേർഡ് പെൻഷൻ നടപ്പിലാക്കണമെന്ന ജീവനക്കാരുടെ ആ സംഘടനകളുടെയൊക്കെ ആവശ്യം അത് നടപ്പിലാക്കുമോ എന്നുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നു. അങ്ങനെ ആകെ മൊത്തം കുഴഞ്ഞു മറിഞ്ഞു നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ബജറ്റ് അവതരണവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കൂടി നമ്മൾ കാണണം. കാരണം കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ കേന്ദ്ര സ്കീമുകളും മറ്റുമൊക്കെ ഈ ബജറ്റുകൾ ഉൾപ്പെടുത്തുന്നതിനുള്ള പ്രായോഗികമായ പ്രതിസന്ധിയും അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിച്ചതിന് ശേഷം വീണ്ടും ഈ ബജറ്റിലെ ചില ഭാഗങ്ങളെങ്കിലും പുതുക്കേണ്ടി വരുമെന്നുള്ള പ്രശ്നവും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒപ്പമാണ് കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ എത്രത്തോളം പൂർത്തിയാക്കി എന്നുള്ള ചോദ്യവും ബാക്കി നിൽക്കുന്നു. പ്ലാൻ ഫേസ് പ്രകാരം സംസ്ഥാനത്തിൻ്റെ ആകെ പദ്ധതി ചെലവിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് വെറും 38%. അതായത് ഒരു ബജറ്റ് പ്രഖ്യാപിച്ചു, ആ ബജറ്റ് കഴിഞ്ഞ് അടുത്ത ബജറ്റ് ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നു. അപ്പോഴും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളുടെ ആകെ പുരോഗതി എന്ന് പറയുന്നത് വെറും 38%. തദ്ദേശ മേഖലയിലേക്കൊക്കെ വരുമ്പോൾ തദ്ദേശ തലത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികളുടെ വെറും 35.34% മാത്രമാണ് സർക്കാരിന് ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. കേന്ദ്ര ഫണ്ടുകളുടെ ചെലവഴിക്കലിലും വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ അത് ഏതാണ്ട് 36.67% മാത്രമായും നിലനിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും നേരത്തെ പ്രഖ്യാപിച്ച പദ്ധതികൾ പോലും കൃത്യമായി നടപ്പിലാക്കാൻ കഴിയാതെ, പദ്ധതി ചെലവ് തുക വകയിരുത്തിയ തുക അനുവദിക്കാൻ കഴിയാതെ, അനുവദിച്ച തുക ചെലവാക്കാൻ കഴിയാതെ പോകുന്ന ഒരു സംസ്ഥാന സർക്കാരിന് പുതിയ ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ എന്താണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കാൻ കഴിയുക എന്നുള്ള ചോദ്യം അവിടെയുണ്ട്. വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച തിരുവനന്തപുരത്ത് ഉള്ള കപ്പൽ നിർമ്മാണശാലയുടെ പ്രാഥമിക നടപടികൾ പോലും സർക്കാർ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ വലിയ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുകയും അത് ഫലത്തിൽ വരുമ്പോൾ നടപ്പിലാക്കാതെ പോവുകയും ചെയ്യുന്ന ഇടതുമുന്നണി സർക്കാരിൻ്റെ സമാനമായിട്ടുള്ള സമീപനം ഈ തെരഞ്ഞെടുപ്പിലും അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ ബജറ്റ് പ്രഖ്യാപനത്തിലും ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. പ്രദീപ്, അർജുനിലേക്ക് പോവാം. അർജുൻ ധനമന്ത്രിയുടെ വീട്ടിന് പുറത്തുണ്ട്. അർജുൻ, എന്താണ് അവിടെ നിന്നുള്ള വിശേഷങ്ങൾ? നമ്മുടെ ചില ആചാരപരമായ ചില കാര്യങ്ങൾ അവിടെയുണ്ട്. ഓരോ വർഷവും നടക്കുന്നത് ബാഗുമായി പ്രാതൽ കഴിക്കും. അവിടേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമുണ്ടോ എന്നറിയില്ല. അത് കഴിഞ്ഞ് മാധ്യമങ്ങളെ കാണും, പിന്നെ ആ ബാഗ് കാണിക്കും, ലെതർ ബാഗ്. ആ ബാഗുമായിട്ട് മന്ത്രി പുറത്തേക്ക് വരും. ഇതിനൊക്കെയുള്ള തയ്യാറെടുപ്പുകളായോ? അവിടെ നിന്നുള്ള സൂചനകൾ എന്തൊക്കെയാണ് അർജുൻ? ഗുഡ് മോർണിംഗ്. തീർച്ചയായും അല്പസമയത്തിനകം തന്നെ മന്ത്രി ആ പ്രാതൽ കളിക്കാൻ പുറത്തേക്ക് വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും എല്ലാ വർഷവും ഇത്തരത്തിൽ ഒരു വിഷ്വൽ നമുക്ക് ലഭിക്കുന്നതാണ്. അത്തരത്തിൽ ഇത്തവണയും ആ വിഷ്വൽ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും പിന്നീട് അദ്ദേഹം അകത്തേക്ക് പോയി പിന്നീട് മാധ്യമങ്ങളെ കാണുന്ന ഒരു രീതിയുണ്ട്. മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം വീണ്ടും അകത്ത് പോയി ഈ ബാഗുമായി തിരിച്ചു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ തന്നെയും ഞാൻ നിങ്ങളൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആദ്യം തന്നെ പ്രദീപ് സാറും അതുപോലെ തന്നെ ശ്യാമേട്ടനൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. സ്വാഭാവികമായും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു ജനകീയ ബജറ്റ് എന്നുള്ള രീതിയിലായിരിക്കാം ഈ ബജറ്റ് അവതരിപ്പിക്കുക. ഒരു തലോടലുള്ള ഒരു ബജറ്റ്, ഒരിക്കലും തല്ലിക്കൊണ്ടുള്ളതായിരിക്കില്ല. തലോടലുള്ള ഒരു ബജറ്റായിരിക്കും ഉണ്ടാവുക. കാരണം തെരഞ്ഞെടുപ്പൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ ബജറ്റിൽ എങ്ങനെയാണോ ഒന്ന് സേഫാക്കി നിർത്തുവാൻ ഉള്ളത് ആ രീതിയിലൊക്കെ ആയിരിക്കും ബജറ്റ് പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യതയുണ്ടാകും. പക്ഷേ അതിനുള്ള എന്താണ് സർക്കാരിൻ്റെ കയ്യിലുള്ളത് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം. ഒരു സോഴ്സ് അല്ലെങ്കിൽ ഒരു വരുമാനം സർക്കാരിന് കൃത്യമായി വേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ സോഴ്സ് എവിടെ നിന്ന് ലഭിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യമായി ഉയരുന്നത്. ഇത്തരത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ലോക കേരള സഭ, ഇത് കഴിഞ്ഞ പാടെ ലോക കേരള സഭയുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്തതാണ് എങ്ങനെയാണ് ഈ ലോക കേരള സഭയൊക്കെ ഏത് രീതിയിലാണ് നടന്നതെന്നുള്ളത്. അത്രത്തോളം ദൂരത്തും കാര്യങ്ങളുമൊക്കെ നടന്നിട്ടുള്ള ഒരു ലോക കേരള സഭ, അതുപോലെ മറ്റൊരു ലോക കേരള സഭ ഇപ്പോൾ നടക്കാൻ പോകുന്നു. ഇനി ആ ക്ഷേമ പെൻഷൻ എല്ലാവരും ഉറ്റുനോക്കുന്നതാണ്. ക്ഷേമ പെൻഷൻ 2500 ആക്കുന്നു എന്ന് പറയുന്നു. അത്തരത്തിൽ
നിരവധി വാഗ്ദാനങ്ങളായിരിക്കാം ഈ ബജറ്റിൽ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തിനാൽ തന്നെയും അല്പസമയത്തിനകം നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സാധിക്കും. മന്ത്രി അല്പസമയത്തിനകം പുറത്തേക്ക് ഇറങ്ങും, മാധ്യമങ്ങളെ കാണും. മാധ്യമങ്ങളെ കണ്ട് എന്താണ് ഇന്ന് ഒരു അവതരിപ്പിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ഔട്ട്ലൈൻ നമ്മളോട് പറയുവാനുള്ള ഒരു സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഒരു ജനകീയ ബജറ്റായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് എത്ര ജനകീയമാകും എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. അതായത് ഇപ്പോൾ തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. പൊതുകടം വാർഷിക വളർച്ചാ നിരക്കിൽ 12.6% നിന്ന് അത് 15.68% നിൽക്കുകയാണ്. അങ്ങനെ പൊതുകടമൊക്കെ കൂടിക്കൂടി വരികയാണ്. റവന്യൂ കമ്മി കൂടി, മൂലധന ചിലവ് കൂടി, റവന്യൂ ചിലവ് കൂടി, ഇത്തരത്തിൽ ചിലവുകളും കൂടിക്കൂടി വരുന്ന ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ബജറ്റ് പ്രഖ്യാപനവുമായിട്ട് ഈ മന്ത്രി വരുന്നത് എന്നുള്ളതാണ് പ്രധാനമായും നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ തന്നെ നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാകട്ടെ, അല്ലെങ്കിൽ നഗരവൽക്കരണവുമായിട്ടുള്ള മേഖലയുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ളതാകട്ടെ, ഇവിടെയൊക്കെ കൃത്യമായി തന്നെ വികസനങ്ങൾ ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. റബ്ബർ, നെല്ല്, അതുപോലെ തന്നെ വാഴ, ഇവയ്ക്കൊക്കെയുള്ള താങ്ങുവില എത്രമാത്രം കൂട്ടും എന്നുള്ളതാണ് പ്രധാനമായും ഉറ്റുനോക്കേണ്ടത്. അത്തരത്തിലുള്ള ഈ മനുഷ്യന് ആവശ്യമായ അല്ലെങ്കിൽ ജീവിക്കാൻ ആവശ്യമായ ഏത് തരത്തിലുള്ള സാഹചര്യമായിരിക്കാം ഈ ബജറ്റിൽ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനമായും ആളുകൾ ഉറ്റുനോക്കുന്നത്. എന്നാൽ തന്നെയും ഈ ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തെയൊക്കെ വലിയ രീതിയിൽ തലോടിക്കൊണ്ടുള്ള ഒരു ബജറ്റായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരുടെ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ കുടിശ്ശിക അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എല്ലാ ജനങ്ങൾക്കും ഉള്ളത്. പക്ഷേ അതൊക്കെ ഏത് രീതിയിലായിരിക്കും നടക്കുക എന്നുള്ള ഒരു ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. ധനക്കമ്മിയുണ്ട്, 3.86% ധനക്കമ്മി ഉണ്ട്. ഇത്തരത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഈ സർക്കാർ നേരിടുന്നത്. ആ സമയത്താണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉയർന്നു വരുന്നത്. നേരത്തെ പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര ബജറ്റ് പോലും പ്രഖ്യാപിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഈ സ്കീം ഉൾപ്പെടുത്തുക? കേന്ദ്രത്തിൻ്റെ ഒരു ബജറ്റ് പോലും ഇവിടെ പ്രഖ്യാപിക്കാത്ത ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ഏത് രീതിയിലായിരിക്കും ഈ അത് ആ ഒരു പോയിന്റാണ് വിട്ടുപോയിരുന്നത് അർജുൻ രാജ. ഇന്നലെ തിരക്കിട്ട് ഒരു RRTS പ്രഖ്യാപിച്ചു. തുടക്കത്തിൽ ഞാനും ശ്യാമും സംസാരിച്ചിരുന്നു. ഒരു റീജിയണൽ റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം പെട്ടെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലം അറിയേണ്ടത്, കേരള സർക്കാർ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന കെയറെയിൽ എന്ന കോർപ്പറേഷനും അതുവഴി നടപ്പാക്കാൻ ഉദ്ദേശിച്ച സിൽവർ ലൈനും അതുവഴി പലരുടെയും നെഞ്ചത്തേക്ക് അടിച്ച് ഇറക്കിയ മഞ്ഞക്കുറ്റിയുടെയും കഥ അവിടെ നിൽക്കുന്നു. അത് പ്രായോഗികമല്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ നമ്മുടെ മെട്രോമാനെ വിളിപ്പിച്ച് ഒരു പ്രായോഗികമായ പദ്ധതി പ്രഖ്യാപിക്കുന്നു. അല്ലെങ്കിൽ അതിൻ്റെ രൂപരേഖ ഉടൻ തന്നെ സർക്കാരിന് സമർപ്പിക്കുമെന്ന് ശ്രീധരൻ തന്നെ മാധ്യമങ്ങളോട് പറയുന്നു. അതിന് പിന്നാലെയാണ് ഇത് തിരക്കിട്ട് അത് വേണ്ട, ഞങ്ങൾ കൊണ്ടുവന്ന മതി എന്ന് പറഞ്ഞിട്ട് ഒരു RRTSുമായി വന്നിരിക്കുന്നത്. ഇതിനുള്ള പണം എവിടെ നിന്നാണെന്നോ, ഇതിനുള്ള സ്രോതസ് എവിടെ നിന്നാണെന്നോ, ഇത് പ്രായോഗികമാണെന്നോ, ഇതിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള പഠനം നടത്തിയിട്ടുണ്ടോ ഒന്നും നമുക്കറിയില്ല. എന്തായാലും പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. സാർ, ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പോൾ ഇതിൻ്റെ ഒരു കാഴ്ചപ്പാട്, ഒരു ആറ്റിറ്റ്യൂഡ് ഒരു വലിയ പ്രധാനമാണ്. ഇപ്പം നമ്മളെയൊക്കെ മനസ്സിൽ പതിഞ്ഞൊരു ദൃശ്യമുണ്ട്. ഇപ്പം ഈ കേന്ദ്ര പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കാൻ പ്രധാനമന്ത്രി വന്നപ്പോൾ പ്രധാനമന്ത്രിയാണ് ആദ്യം വേദിയിലെത്തിയത്. അപ്പം മുഖ്യമന്ത്രി പിന്നീടാണ് വരുന്നത്. പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്ത് നിന്ന് എഴുന്നേറ്റ് പോയി അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് അടുത്തിരുന്ന് തമാശ പറയുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ കേന്ദ്രം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വരിഞ്ഞു മുറുക്കുന്ന നിലപാടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രധാനമന്ത്രി അങ്ങനെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയൊക്കെയാണ് ഒരു പൊരുത്തക്കേടുകൾ. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഇപ്പോൾ അതിവേഗ റെയിൽ, ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിൻ്റെ ഗുണമാണ്. ഇപ്പോൾ എന്തെങ്കിലും പൈസ കിട്ടാനുണ്ട്, കേന്ദ്രം പിടിച്ചു വെക്കുന്നു, രാഷ്ട്രീയമായി കേന്ദ്രം കേരളത്തെ വരിഞ്ഞു മുറുക്കുകയാണ്. നമ്മൾ ഭാരതീയരാണ്, നമുക്ക് അഭിമാനമുണ്ട്. അതുപോലെ കേരളം എന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര നമുക്ക് പോയി മേടിച്ചെടുക്കാന്നേ. പക്ഷേ ഇത് കൃത്യമായൊരു ഫോക്കസ് പോയിന്റ് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരും നൽകുന്നില്ല, CPM നൽകുന്നില്ല. അവിടെയാണ് പ്രശ്നം. പിടിവാശി. ഞാൻ പറഞ്ഞത് നടക്കണം. അതായത് എന്താണ് നമുക്ക് വേണ്ടത്? ശരിയാണ്, കാലം മാറി. ഇക്കണോമിയുടെ ഒരു പ്രധാന ഭാഗം തന്നെയാണ് ട്രാൻസ്പോർട്ടേഷൻ, ലോജിസ്റ്റിക്സ്. അതിവേഗം നമുക്ക് ഇവിടെ നിന്ന് കണ്ണൂർ, കാസർഗോഡ് എത്താൻ പറ്റണം, അവിടെയുള്ളവർക്ക് തലസ്ഥാനത്ത് എത്താൻ പറ്റണം. പക്ഷെ അതിന് ഏറ്റവും പ്രായോഗികമായ, എന്നാൽ ഏറ്റവും ചെലവ് കുറഞ്ഞ, ഏറ്റവും കുറച്ചു പേരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പദ്ധതി എന്നുള്ളത്. അതെ. അപ്പോൾ അതിന് പറയുന്നത്, ഇതിപ്പം ശ്യാം പറഞ്ഞുകൊണ്ട് ഒരു കഥ ഞാൻ അങ്ങോട്ട് പറയാം. പണ്ട് ഈ കാരണവര് ഉമ്മറത്തിരിക്കുമ്പോഴത്തേക്ക് ഭിക്ഷയ്ക്ക് ആൾ വരുമ്പോൾ കഥ കേട്ടിട്ടുണ്ട്. കാര്യസ്ഥം പറഞ്ഞ് ഇവിടെയൊന്നും ഇല്ല, പോകുന്ന വിളിച്ചു, തിരിച്ചു വിളിച്ചു, ഇവിടെ ഒന്നുമില്ല പോകുന്ന. നീ ആരാത് പറയാം? ഞാൻ പറയും ഇവിടെ ഒന്നുമില്ല എന്ന്.